ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ ഇറാൻ ഭരണകൂടത്തിന് കർശന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സ്വന്തം ജനതയുടെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം തോക്കുകൾ ഉപയോഗിച്ചാൽ അമേരിക്ക നിശബ്ദമായിരിക്കില്ലെന്നും പ്രക്ഷോഭകാരികളുടെ സംരക്ഷണത്തിനായി US സൈന്യം ഇടപെടാൻ സജ്ജമാണെന്നും ട്രംപിന്റെ പ്രഖ്യാപനം വന്നു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ പ്രകോപിതപരമായ സന്ദേശം ലോകത്തിന് മുന്നിൽ വെച്ചത്. അമേരിക്കൻ സൈന്യം എല്ലാ സന്നാഹങ്ങളോടും കൂടി തയ്യാറെടുത്തു കഴിഞ്ഞുവെന്നും ഏത് നിമിഷവും ഇറാനിലെ പ്രതിഷേധകരുടെ രക്ഷയ്ക്കായി നീങ്ങാൻ തങ്ങൾ സജ്ജരാണെന്നും അദ്ദേഹം കുറിച്ചു. ഇതോടെ പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധമുഖം തുറക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ തുറന്ന ഭീഷണിക്ക് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ ഭരണകൂടം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിലും സുരക്ഷാ വീഴ്ചകളിലും അമേരിക്ക ഇടപെടാൻ ശ്രമിച്ചാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അമേരിക്കയെ നശിപ്പിക്കാൻ തങ്ങൾക്ക് മടിയുണ്ടാകില്ലെന്നുമാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി തിരിച്ചടിച്ചത്. വിദേശ ശക്തികളുടെ ഇടപെടൽ ഇറാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളെ സൈനികമായി തന്നെ നേരിടുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ചരിത്രത്തിലെ ഏറ്റവും വലിയ വിള്ളലിലാണ് എത്തി നിൽക്കുന്നത്. ഇറാനിലെ ജനകീയ പ്രതിഷേധങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുകയാണെന്നാണ് ഇറാന്റെ പ്രധാന ആരോപണം. ഇറാനിൽ ഇപ്പോൾ പടർന്നു പിടിച്ചിരിക്കുന്ന പ്രക്ഷോഭത്തിന്റെ പ്രധാന കാരണം തകർന്നു പോകുന്ന സമ്പദ് വ്യവസ്ഥ തന്നെയാണ്. അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനിയൻ റിയാലിന്റെ മൂല്യം തകർത്തു. ഡോളറിനെതിരെ റിയാലിന് ഇത്ര വലിയ ഇടിവ് ഇതിനു മുമ്പ് നേരിടേണ്ടി വന്നിട്ടില്ല. ഇതോടെ രാജ്യത്ത് വിലക്കയറ്റം നിയന്ത്രണാതീതമായി വർദ്ധിച്ചു. ഡിസംബറിൽ നാണ്യപ്പെരുപ്പം 42.5% എന്ന ഭയങ്കരമായ നിലയിലേക്കാണ് ഉയർന്നത്. ഇതോടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങളും മരുന്നും ഉൾപ്പെടെയുള്ള നിത്യോപയോഗ വസ്തുക്കൾ വാങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ആദ്യഘട്ടത്തിൽ വ്യാപാരികളാണ് കടകമ്പോളങ്ങൾ അടച്ചിട്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്കപ്പുറം ഭരണകൂടത്തിന്റെ കർക്കശമായ നയങ്ങൾക്കെതിരെയുള്ള ജനരോഷമായി ഇത് പെട്ടെന്ന് തന്നെ പരിണമിക്കുകയായിരുന്നു. തെഹ്റാനിൽ ആരംഭിച്ച പ്രതിഷേധം കാട്ടുതീ പോലെയാണ് രാജ്യത്തിന്റെ മറ്റ് പ്രമുഖ നഗരങ്ങളിലേക്കും വ്യാപിച്ചത്. വിദ്യാർത്ഥികൾ വൻതോതിൽ തെരുവിലിറങ്ങിയതോടെ പ്രക്ഷോഭത്തിന്റെ സ്വഭാവം മാറി. വിവിധ സർവകലാശാലകളിൽ ഭരണകൂട വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുകയും ആയത്തുള്ള ഖമേനിയുടെ ചിത്രങ്ങൾ പരസ്യമായി നശിപ്പിക്കുകയും ചെയ്തു. മതപരമായ കർശന നിയന്ത്രണങ്ങളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന യുവതലമുറ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ ഭരണകൂടത്തെ താഴേക്കിറക്കാനുള്ള ആയുധമായി മാറ്റിയിരിക്കുകയാണ്. പലയിടങ്ങളിലും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം വെടിയുയർത്തതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുവരെ 7 പേർ ഈ സംഘർഷങ്ങളിൽ കൊല്ലപ്പെട്ടതായാണ് പുറത്തു വരുന്ന വിവരം. എന്നാൽ ഈ കണക്കുകൾ തള്ളിക്കളയുന്ന ഇറാൻ അധികൃതർ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായും ഏതാനും പേർക്ക് പരിക്കേറ്റതായും മാത്രമേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുള്ളൂ. ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇറാന്റെ ഇടപെടൽ വരുന്നത്. ഇറാൻ ജനതയുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ തങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നാണ് വൈറ്റ് ഹൗസിന്റെ നിലപാട്. എന്നാൽ ഇറാന്റെ എണ്ണ ഉൽപാദന മേഖലയെയും ആണവ പദ്ധതികളെയും തകർക്കാൻ അമേരിക്ക ഈ അവസരം ഉപയോഗിക്കുമോ എന്ന സംശയം റഷ്യയും ചൈനയും ഉയർത്തുന്നുണ്ട്. ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തു നിന്നുള്ളവർ ഇടപെടുന്നത് മേഖലയിലെ സമാധാനത്തിന് ഗുണകരമാകില്ലെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ്. എന്നാൽ ട്രംപിന്റെ പ്രസ്താവന കേവലം ഒരു മുന്നറിയിപ്പ് മാത്രമല്ലെന്നും ഇറാനിലെ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ പെന്റഗൺ പ്ലാൻ ചെയ്യുമെന്നും അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങളിൽ നിന്ന് സൂചനകളുണ്ട്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം 1979 വിപ്ലവത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഭരണകൂടത്തിന് മുൻപിൽ മറ്റൊരു വഴിയുമില്ലാത്ത വിധം ജനങ്ങൾ തെരുവുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നതും. ഇന്റർനെറ്റ് സേവനങ്ങൾ പലയിടങ്ങളിലും ഭാഗികമായി വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിലും വാർത്തകൾ പുറം ലോകത്തെത്തുന്നത് തടയാൻ ഇറാൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ സൈന്യത്തെ ഇറക്കിയാൽ അത് വലിയൊരു ആഭ്യന്തര യുദ്ധത്തിലേക്കും തുടർന്ന് അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലിലേക്കും നയിക്കുമെന്ന് ഉറപ്പാണ്. പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വിസ്ഫോടനത്തിനാണ് ഇപ്പോൾ ഇറാൻ സാക്ഷ്യം വഹിക്കുന്നത്. ട്രംപിന്റെ വാക്കുകൾ യാഥാർത്ഥ്യമായാൽ അത് ലോക സാമ്പത്തിക ക്രമത്തെയും എണ്ണ വിപണിയെയും ഒരുപോലെ ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിക്ക് കാരണമാകും. ഇറാൻ ഭരണകൂടത്തിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നും അമേരിക്ക ഏത് തരത്തിലുള്ള സൈനിക നീക്കത്തിനാണ് പദ്ധതിയിടുന്നതെന്നും ലോകം അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. ജനകീയ പ്രതിഷേധങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചാൽ ഇറാന്റെ ഭരണം തന്നെ അപകടത്തിലായേക്കാം.
അതേസമയം അമേരിക്കയുടെ ഇടപെടൽ ഒരു പരമാധികാര രാഷ്ട്രീയത്തിന്മേലുള്ള കടന്നുകയറ്റമായി ചിത്രീകരിച്ച് മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണ തേടാനായിരിക്കും ഖമേനിയുടെ ശ്രമം. ഏതായാലും പട്ടിണിയും വിലക്കയറ്റവും മൂലം പൊറുതിമുട്ടി ഇറാൻ ജനതയുടെ പോരാട്ടം ഒരു പുതിയ രാഷ്ട്രീയ മാറ്റത്തിന് വഴി തുറക്കുമോ, അതോ വലിയൊരു യുദ്ധത്തിന്റെ നാന്ദിയാകുമോ എന്നത് വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളിൽ നിർണായകമാകും.